എല്ലാവരും ചെന്ന് കുലുക്കി വിളിച്ചിട്ടും ഉണരുന്നില്ല. അവസാനം പാണനാർ പോയി അവിടെ, നമ്മുടെ പാണന അവിടെ പോയിട്ട് ഹൃദയത്തിൻ്റെ ഉടുപ്പ് കുട്ടി പാടാൻ തുടങ്ങി. സുദുർലഭമായ മുഹൂർത്തത്തിൽ മഹാവിഷ്ണു കണ്ണു തുറക്കും. എന്താണ് അപ്പോൾ സനാതനധർമ്മം? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ധർമ്മങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള ധർമ്മസങ്കടത്തിൽ പെട്ടുഴലുമ്പോഴാണ് പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കൃഷ്ണൻ പറയുക. എല്ലാ കാലത്തും ആത്യന്തികമായിട്ട് ഇരുട്ടാണ് സത്യം. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചമുണ്ടാകും. എന്താണ് ധർമ്മം? എന്ത് ധർമ്മമാണ് സംരക്ഷിക്കേണ്ടത്? അമ്മ ചെയ്യുന്ന ധർമ്മകാര്യങ്ങൾ മാത്രം മതി അമ്മയെ പൂജിക്കാൻ. നമസ്തേ. ഇന്ന് എനിക്കിപ്പം ഉള്ളത് ഗവേഷകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ കൂമുള്ളി ശിവരാമൻ ചേട്ടനാണ്. മാഷി നമസ്തേ. നമസ്തേ. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഈ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ പറയുന്ന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ആ ഒരു ശ്ലോകം അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എന്നൊക്കെ അധർമ്മം വരുന്നുവോ അന്നൊക്കെ ഞാൻ അവതരിച്ചു കൊള്ളാം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ധർമ്മം സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകം കൂടിയാണത്. അപ്പൊ ആ ശ്ലോകത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭഗവത്ഗീത അനുഗാനം ചെയ്യുന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള രീതിയിലാണ്. ധർമ്മ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ ആദ്യം സ്ഥാപിച്ചത് ആ തരത്തിലുള്ള കാലങ്ങളിലാണ്. അപ്പോൾ ഈ നമുക്ക് ദശാവതാരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അവതാരങ്ങൾ വരുന്നത് കാലാകാലങ്ങളിലാണ്. കാലാകാലങ്ങളിൽ ധർമ്മത്തിൻ്റെ ഉപരിപ്ലവമായ രീതിയിൽ ഒരു ദുഷിപ്പുണ്ടാവും, ഒരു ഇരുട്ടിൽ കയറി വരും. എല്ലാ കാലത്തും ആത്യന്തികമായിട്ട് ഇരുട്ടാണ് സത്യം. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചമുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാരണന്മാരൊക്കെ പറയും ഇതെന്തൊരു കാലമാണ്, എപ്പോഴും ശപിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ തന്നെ പറയും. അപ്പം ഈ കാലത്തെ അന്ധതാമസമായ ഒന്നിനെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ധർമ്മമാണ് മനുഷ്യ മനസ്സിൽ ഇത്തരത്തിലുള്ള അവതാരങ്ങൾ ചേർക്കുക. അതുകൊണ്ട് ഗീതാകാരൻ പറയുന്നത് കാലങ്ങളിലൂടെ ഇത് നവീകരിക്കപ്പെടണം എന്നാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു കൊട്ട കളിമണ്ണാണ് കിട്ടുന്നത്. ചിലർ ഈ കളിമണ്ണ് കൊണ്ട് നല്ല ലാവണ്യവതിയായ ഒരു സുന്ദരിയെ സൃഷ്ടിക്കും. മറ്റു ചിലർ ഈ കളിമണ്ണ് കൊണ്ട് പിശാചിനെ സൃഷ്ടിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നന്മയെ പ്രകീർത്തിക്കുക, സത്യത്തെ പ്രകീർത്തിക്കുക, സ്നേഹത്തെ പ്രകീർത്തിക്കുക, പ്രകൃതിയെ പ്രകീർത്തിക്കുക എന്നുള്ള രീതിയിലെത്തും. അപ്പോൾ ഇത് മാനവ സ്നേഹത്തിലേക്ക് ഉള്ള ഒരു നടന്നെടുക്കലാണ്. ധർമ്മം എന്ന് പറയുന്നത് ആ തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് എന്തോ പൊലിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്നേഹവും സ്നേഹത്തിൻ്റെ ആദാന പ്രദാനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വയം വ്യക്തിയും സമൂഹവും രാഷ്ട്രവും എല്ലാം നന്മയിലേക്ക് പോകും. അപ്പോൾ ധർമ്മം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഒരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ എന്താണ് ധർമ്മം? എന്ത് ധർമ്മമാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഒരാൾക്ക് ധർമ്മമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അധർമ്മമായി തോന്നിയേക്കാം എന്നുള്ളൊരു ചിന്ത കൂടിയില്ലേ? ഇത് പഴയ ഒരു ചോദ്യം തന്നെയാണ്. ധർമാധർമ്മങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ച് കാണുക? വ്യാസൻ അവസാനം കൈ ഉയർത്തിയിട്ട് ഇതാ ഞാൻ ധർമ്മം സ്ഥാപിക്കാൻ ശ്രമിച്ചു, ഇത്തരം കൃതികളെല്ലാം ചെയ്തു, ഇത്തരം ഉപദേശങ്ങളെല്ലാം ചെയ്തു, ആരും എന്നെ അനുസരിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തുന്ന ഒരു രംഗമുണ്ട്. അത് ഈ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതൊരു ധർമ്മസങ്കടമാണ്. അത്തരത്തിലുള്ള ധർമ്മസങ്കടത്തിൽ പെട്ടുഴലുമ്പോഴാണ് പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കൃഷ്ണൻ പറയുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് അർജുനനോട് പറയല്ലോ. എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങളെ മുഴുവൻ പരിത്യജിക്കുക. ധർമ്മവും അധർമ്മവും അവിടെ ഒന്നായിത്തീരുന്നുണ്ട്. അതീതമായ സങ്കല്പമാണത്. അറിവും അറിവില്ലായ്മയും ഒന്ന് തന്നെ, ഇരുട്ടും വെളിച്ചവും ഒന്ന് തന്നെ, സത്യാസത്യങ്ങൾ ഒന്ന് തന്നെ, ശുദ്ധാശുദ്ധങ്ങൾ ഒന്ന് തന്നെ എന്ന് പറയുന്ന അദ്വൈതത്തിൻ്റെ ഏകതയുടെ ശബ്ദമാണ്
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സരണികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആശയപ്രവാഹമായിട്ട് നമ്മൾ കാണുന്നത് ഇതിഹാസകാരന്മാരുടെയോ വേദ പുരാണങ്ങളിലെ അത്തരത്തിലുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത് നന്മയെയും ധർമ്മത്തെയും തുയിലുണർത്തുക എന്നുള്ളതാണ്. അത് ആത്യന്തികമായി നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മഹാവിഷ്ണു ഉറങ്ങിപ്പോയി, എല്ലാവരും ചെന്ന് കുലുക്കി വിളിച്ചിട്ടും ഉണരുന്നില്ല. അവസാനം പാണനാർ പോയി, അവിടെ നമ്മുടെ പാണന അവിടെ പോയിട്ട് ഹൃദയത്തിൻ്റെ ഉടുപ്പ് കുട്ടി പഴാൻ തുടങ്ങി. സുദുർലഭമായ മുഹൂർത്തത്തിൽ മഹാവിഷ്ണു കണ്ണു തുറക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്മയെ, ആ ഈശ്വരനെ, ആ ആത്മചൈതന്യത്തെ, പരമാത്മാവിനെ, പരമ്പൊരുളിനെ ഉണർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് പരമമായ ധർമ്മം. അതിലൂടെ നാം മനുഷ്യനായി തീരുന്നു. അതിന് വേണ്ട കാര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാകാം, വ്രതങ്ങൾ ഉണ്ടാകും, നോൽമ്പുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു പല പദ്ധതികളും നമുക്ക് പൈതൃകത്തിൽ കാണാം. അതിലൂടെ സഞ്ചരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആചാരം എന്ന് പറയുന്നത് എക്കാലത്തും ഒന്നായിരിക്കില്ല, അത് മാറി വരും, ആചരണമാണ്. അപ്പോൾ ഈ ആചരണത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ, അത് വ്യക്തിയായാലും ശരി, ക്ഷേത്രീയ കാര്യങ്ങളായാലും ശരി, കുടുംബകാര്യങ്ങളായാലും ശരി, എല്ലാം ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഏകതാനതയുണ്ട്. ആ തരത്തിലുള്ള സഞ്ചാരം നിറവേറ്റുമ്പോഴാണ് നമ്മൾ ധന്യരായിത്തീരുന്നത്, നമ്മുടെ ജീവിതം ശുദ്ധമായി തീരുന്നത്. അത്തരത്തിലുള്ള ഒന്നിലേക്ക് പോകുമ്പോൾ സമൂഹവും സാധാരണമായിട്ട് ആ നന്മ ഉൾക്കൊള്ളും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇതിഹാസങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് രാമായണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ്. ഒപ്പം തന്നെ ധർമ്മം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യത്തെ ഏറ്റെടുത്ത വ്യക്തി കൂടിയാണ്. അപ്പോൾ അവിടെയും ഒരുപാട് അധർമ്മത്തിന്റെ ചോദ്യങ്ങള് രാമായണത്തെ വിമർശിക്കുന്നവർ, ഇപ്പൊ ഒരു വിമർശനാത്മക കണ്ണിലൂടെ രാമായണത്തെ നോക്കി കാണുന്നവര് അധർമ്മങ്ങളല്ലേ, ഇപ്പൊ ശൂർപ്പണഖയുടെ ശരീരഭാഗങ്ങൾ ഛേദിച്ചതുൾപ്പെടെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ ധർമ്മം സംരക്ഷിക്കുന്ന ശ്രീരാമൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ലക്ഷ്മണൻ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നമുക്ക് ധർമ്മവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ സാധിക്കുക? അത് യഥാർത്ഥത്തില് ആ കാലത്ത് ത്രേതായുഗമാണ്. ആ ത്രേതായുഗത്തിൻ്റെതായ ജീവിത മൂല്യങ്ങൾ, സങ്കല്പങ്ങൾ, ഭരണരീതി, രാമൻ യഥാർത്ഥത്തിൽ രാമരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ആളാണ്, ചക്രവർത്തിയാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അപ്പൊ ഈ രാമനെതിരായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാര്യയെ ഉപേക്ഷിക്കുക തുടങ്ങിയിട്ട്, അല്ലേ, ബാലിയെ വധിക്കുക, അപ്പോൾ പിന്നീട് നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളും ധാരാളം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം നമ്മൾ ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ എവിടെയും എത്തില്ല. മാരാരൊക്കെ വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞിട്ട് രാജാങ്കണം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു. പിന്നീട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റി എഴുതേണ്ടി വന്നു. അപ്പോൾ ചിന്താധാരയാണ് ഒരാളെ ഇത്തരത്തിലുള്ള വിമർശനത്തിന് പാത്രമാക്കുന്നത്. വിമർശനം ആവാം. രാമൻ തന്നെ ഉത്തമനായ മനുഷ്യനായത് അശ്വമേധയാഗത്തില് തൻ്റെ മക്കളായ ലവകുശന്മാർ പാടുന്ന, അനുഗാനം ചെയ്യുന്ന രാമായണ ഇതിഹാസം കേട്ടാണ് പൂർണ്ണതയിലേക്ക് വരുന്നത്. അപ്പോഴാണ് വാൽമീകിയോട് പറയുന്നത്, എനിക്ക് സീതയെ തിരിച്ചു തരിക. വാൽമീകിയുടെ ആശ്രമത്തിലാണല്ലോ അപ്പോൾ സീതയുള്ളത്. രാവിലെ കൂട്ടിക്കൊണ്ടു വരുന്നു വാൽമീകി. പക്ഷെ സീത ഇതിന് നിൽക്കില്ല. സീത എത്രയോ അഗ്നി പരീക്ഷണങ്ങളിലൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ അവര് സ്ത്രീത്വത്തിൻ്റെ ഉന്നതിയാണ്. ത്രേതായുഗത്തിൽ ഇങ്ങനെ, ത്രേതായുഗത്തിൻ്റെ കവിളിൽ ഇങ്ങനെ അടർന്നു വീഴാൻ പോകുന്ന ഒരു കണ്ണുനീർ തുള്ളിയാണ് സീത. അപ്പോൾ സീത ഇതനുസരിക്കില്ല ഒരർത്ഥത്തിൽ. അപ്പോഴാണ് പിന്നീട് സീത തിരോധാനം ചെയ്യുന്നത്, ഭൂമി അമ്മയുടെ കൂടെ പോകുന്നു എന്നുള്ള സങ്കല്പം. അതുകൊണ്ട് ഈ ധർമാധർമ്മ വിവേചനത്തെ ചൊല്ലി ആരും പഴിക്കേണ്ട കാര്യമില്ല. അത് ഒരു കൂട്ടർ ചെയ്യുന്നതാണ്. കാരണം നമ്മളെ ഭാരതീയമായ ആർഷമായ ധർമ്മത്തെ എപ്പോഴും ശപിക്കുന്നവരും അതിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇപ്പോ ധർമ്മം, കർത്തവ്യം, നിയമം, ഇത് മൂന്നും ഒരു മനുഷ്യൻ പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് പൗരധർമ്മം തന്നെയാണ്. കർത്തവ്യം എന്നുള്ളത് നമ്മുടെ നിത്യാനിത്യ ജീവിതങ്ങളിൽ നാം അനുഷ്ഠിക്കേണ്ട, ആചരിക്കേണ്ട കർമ്മവൈഭവം തന്നെയാണ്. പിന്നെ ഏതാണ്? നിയമം. നിയമം എന്ന് പറയുന്നത് അത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന നിയാമകമായ
ധന്യമായ ഒന്നിനെയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളല്ല. അതും തീർച്ചയായിട്ടും വേണ്ടതാണ്. കാരണം നമ്മൾ ധർമാധർമ്മങ്ങൾ തിരിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീചമായ കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ നിയമങ്ങൾക്ക് കഴിയും. പക്ഷെ നമ്മൾ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ സാത്വികമായ ഗുണങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നാണ് അർത്ഥം. ഇനി നമ്മള് ഈ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വാക്കാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് പറയുന്നത് കോളറ പോലെ മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഇല്ലാതെയാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് നമ്മൾ കേട്ടത്. അത് കൃത്യമായി സനാതനധർമ്മം എന്താണ് എന്ന് അറിയാത്തതിന്റെ ഒരു അജ്ഞതയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. ശരിക്കും എന്താണ് സനാതനധർമ്മം എന്ന് ഇന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒന്നിന്റെ മുമ്പിൽ നിൽക്കാൻ താൻ യോഗ്യനല്ല എന്ന് തോന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യ മനസ്സിൽ അത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒന്നിനെ, വലിയ ഒന്നിനെ കാണുമ്പോൾ നമ്മൾ വിസ്മയിച്ചു പോകും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടിക്കളയും. ഇവന്മാരൊക്കെ ചെയ്യുന്ന ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ പോലും ഇതാണ് ചെയ്യുന്നത്, അകന്നു പോവുക ഇതിൽ നിന്ന്. അതിന് പകരമായി വെക്കാൻ മറ്റൊന്നില്ലെന്ന് കാണുമ്പോഴാണ് ഈ ഓട്ടം. അത് പരാജയ ഭീതി കൊണ്ട് ഓടുന്നതാണ്. വിജയികൾ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ, പ്രതിയോഗിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഓടുകയില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് എല്ലാ ഉത്തരങ്ങളും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ, വേദങ്ങളിൽ, ഉപനിഷത്തിൽ എല്ലാം കണ്ടെത്താം. ഇതൊന്നും കാണാതെ അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് അപ്പോൾ സനാതനധർമ്മം? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുക, അതിന് ശക്തി പകരുക, അതിന് ചൈതന്യം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മൾ പാലിക്കേണ്ട ധർമ്മങ്ങൾ തന്നെയാണ്. ആർഷമായ ധർമ്മം എന്ന് പറയുന്നത് അതിന് നശിക്കൽ എന്ന് പറയുന്ന, സൃഷ്ടിസ്ഥിതി ലയാത്മകം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ 3 ചക്രങ്ങളുണ്ട്. അതിൽ അനശ്വരമായി തീരുന്ന മൂല്യങ്ങളുണ്ട്, ജീവിത മൂല്യങ്ങൾ. ആ ജീവിത മൂല്യ പ്രമാണങ്ങളാണ് സനാതന ധർമ്മമായി നമ്മുടെ മുമ്പിൽ അവതാരം പോലെ എപ്പോഴും വന്നു നിൽക്കുന്നു. ഇപ്പൊ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ സനാതന ധർമ്മം വളരെയധികം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്. നമ്മളെ കണ്ടു പഠിച്ചിട്ടാണ് പല വിദേശികൾ പോലും ഈ സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു ഗവേഷകൻ കൂടി ആയതുകൊണ്ടാണ് തുടങ്ങിയത്, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും അതിന്റെ ഒരു അന്തർതലങ്ങളിലേക്കെല്ലാം ചിന്തിക്കാനും എല്ലാം തുടങ്ങിയത്. പക്ഷെ ഇന്നും ഭാരതീയർക്ക് അതിൽ അത്രത്തോളം പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗുരുജനങ്ങൾ നമുക്ക് ഉപദേശിച്ച ആകര ഗ്രന്ഥങ്ങളുണ്ട്. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയും, നമ്മുടെ ഇത്തരം മഹാഗ്രന്ഥങ്ങൾ ഒന്നിനൊന്നും മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റ് കൊടുമുടി അപ്പുറം എത്തും. അപ്പോൾ അത്രയും ഗ്രന്ഥങ്ങളൊന്നും ഒരു ജന്മത്തിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരു പറയുന്നത്, വിവേകാനന്ദ സ്വാമികൾ പറയും, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകമോ 2 പുസ്തകമോ മാത്രം എടുത്ത് അത് പഠിക്കുക. അതിൽ ഏറ്റവും സമ്പന്നമായ ആശയത്തെ അനുധാവനം ചെയ്യുക, വേറെയൊന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ ബലം, വിവേകം, ശക്തി, അഭയം, ഈ മന്ത്രങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 പേർ ചേർന്നാൽ മതി, ഈ ലോകം വെട്ടിപ്പിടിക്കാം എന്നാണ് യുവജനങ്ങളോട് പറയുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ യുവത ചൈതന്യം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള മഹാശയങ്ങളിലേക്ക് വരാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയെ എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ഗുരുജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ധാരാളം ഗുരുജനങ്ങളുണ്ട്, ധാരാളം ആശ്രമങ്ങളുണ്ട്. അമ്മ മുതൽക്ക് ധാരാളം പേര് ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ പോലും വിമർശിക്കാനാണ് നമ്മൾ നോക്കുക. അമ്മ ചെയ്യുന്ന ധർമ്മകാര്യങ്ങൾ മാത്രം മതി അമ്മയെ പൂജിക്കാൻ. പോരെ സാധാരണ സഹായങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന തരത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കി നിന്നവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗുരുവര്യന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള സന്യാസിമാരുടെ സംഘം നയിക്കുന്ന ഒരു യാത്രയാണ്. യാത്ര എന്ന് പറയുന്നത് ഒരു ബിംബമാണ്. ജീവിതയാത്രയെ പറ്റിയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ യാത്രയിലൂടെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉറന്നൊഴുകുന്ന ഉപനിഷത്ത് ദർശനമുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന നന്മയുണ്ട്. പ്രകൃതിയെ പാലിക്കുന്ന, പ്രകൃതിയെ എപ്പോഴും ജാഗ്രതയോടെ നിലനിർത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ
മാനവതയിലേക്ക് സഞ്ചരിക്കുക, സ്നേഹത്തിലേക്ക് സഞ്ചരിക്കുക, അധർമ്മത്തെ കൈയൊഴിയുക, ധർമ്മബോധത്തോടുകൂടി ജീവിതത്തെ പുണരുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് സംശുദ്ധമായ ഭാവിയും വർത്തമാനവും ഉണ്ടാവും എന്നുള്ള നിലയിലാണ് അവർ ഈ കൊടിക്കൂറയുമായിട്ട് സഞ്ചരിക്കുന്നത്.